ബി സ്ട്രോങ് ബി ബോൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യ ശരീരഘടനയെക്കുറിച്ചാണ് അല്ലെ. 3 രീതിയിലുള്ള ശരീരഘടനകളാണ് മനുഷ്യനുള്ളത്. ആദ്യത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരാണ്. ഇടുങ്ങിയ തോളലുകളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പേശികളും അസ്ഥികളും ഒക്കെ വളരെ ശോഷിച്ച രീതിയിലുള്ള അതുപോലത്തെ ഒരു ശരീരമായിരിക്കും ആ ഒരു ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്ന മെലിഞ്ഞ ശരീരപ്രകൃതിക്കാർക്ക്. നമ്മൾ സാധാരണ നമുക്ക് തോന്നാം ഒരു എത്ര ഭക്ഷണം കഴിച്ചാലും വണ്ണം വെക്കാത്ത ഒരു ശരീരപ്രകൃതിയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരുടെ ശരീരത്തിലുള്ള ഉയർന്ന രീതിയിലുള്ള മെറ്റബോളിസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അമിതമായിട്ടുള്ള വണ്ണം വെക്കാനുള്ള ഒരു സാധ്യത വളരെയേറെ കുറവാണ്. അപ്പൊ ഈ ഒരു ശരീരഘടനയെ എക്ടോമോർഫ് എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാമതൊരു ശരീരഘടന കുറച്ച് തടി കൂടിയ ആളുകളാണ്. നമുക്ക് അല്പം വണ്ണം കൂടിയ ആളുകളാണ് ആ ഒരു വിഭാഗത്തിൽപ്പെടുന്നത്. വണ്ണം കൂടുതലെന്ന് പറയുമ്പോൾ അമിതമായിട്ടുള്ള പൊണ്ണത്തടിയോ അല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞു കൂടി വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു ബോഡി എന്നുള്ളതല്ല, നല്ല ആരോഗ്യമുള്ള ശരീരം, ഫിസിക്കലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ ഒരു വിഭാഗത്തിൽപ്പെടുന്നത്. അപ്പം ഭാരദഹനം, അതുപോലെ വെയിറ്റ് ലിഫ്റ്റിങ്, അതുപോലെ തന്നെ ഗുസ്തി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു ശരീരപ്രകൃതിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ശോഭിച്ചു നിൽക്കുന്നത്. അപ്പൊ അത്തരം ഒരു ശരീരപ്രകൃതിയാണ് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത്. അപ്പൊ ഇതിനെ എൻഡോമോർഫ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. പക്ഷെ ഇതിലുള്ള ഒരു പ്രത്യേകത, അവർക്കാണ് കൂടുതൽ വണ്ണം കൂടാനുള്ള ഒരു ചാൻസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ച് വണ്ണം കൂടുവാനുള്ള ഒരു ചാൻസ് കൂടുതലുള്ള ഒരു ശരീരപ്രകൃതിയാണത്. അതിനൊരു പ്രധാന കാരണം അവരുടെ ശരീരത്തിൽ വരുന്ന മെറ്റബോളിസത്തിന്റെ ആ ഒരു കുറവ് തന്നെയാണ്. നമ്മൾ ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്നത് മെറ്റബോളിസം വളരെ ഉയർന്ന രീതിയിലാണെങ്കിൽ രണ്ടാമത്തെ വിഭാഗത്തിൽ നേരെ തിരിച്ചാണ്. വളരെ സാവധാനമാണ് ഈ മെറ്റബോളിസം നടക്കുന്നത്, കുറഞ്ഞ അളവിലാണ് മെറ്റബോളിസം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ ബൾക്കി ആയിട്ടുള്ള, കാരണം ശരീരം കൂടുതൽ വണ്ണം വെക്കാനുള്ള ആ ഒരു സാഹചര്യവും ഇവരിൽ പൊതുവെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പൊ ഇത്തരക്കായി എൻഡോമോർഫ് എന്നുള്ള ആ ഒരു ശരീരഘടനയിലാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു ശരീരഘടനയും ഇത് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഇവർ എപ്പോഴും ആ ഒരു അത് കീപ്പ് ചെയ്ത് പോകേണ്ടതുണ്ട്. ഒരു എവിടെയെങ്കിലും ഒരു ശ്രദ്ധ പാളിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചെയ്തതൊക്കെ നേരെ തിരിച്ചാവും. അപ്പൊ അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകാൻ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ശരീരപ്രകൃതി തന്നെയാണ് ഈ എൻഡോമോർഫ് എന്ന് പറയുന്നത്. ഫിറ്റ്നസ് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ശരീരഘടനയും എൻഡോമോർഫ് തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു ശരീരഘടന നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ശരീരഘടനയാണ് മൂന്നാമത് വരുന്നത്. ഭാരക്കുറവോ ഭാരം കൂടുതലോ ഇല്ലാത്ത വളരെ ഫിറ്റ് ആയിട്ടുള്ള ഒരു ശരീരഘടനയാണ് ഈ കൂട്ടർക്കുള്ളത്. പറയുവാണെങ്കിൽ ഒരു സ്പോർട്സ് താരങ്ങൾ അല്ലെങ്കിൽ അത്ലറ്റിക്സ് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു ശരീരപ്രകൃതി എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ശരീരഘടനയിൽ വരുന്ന ആളുകളാണ്. നല്ല രീതിയിലുള്ള മാംസപേശികളും എല്ലിന്റെ ബലവും അതുപോലെ ഉയർന്ന ശരീരപ്രകൃതിയും ബലിഷ്ഠമായ നെഞ്ച്, തോള്, അങ്ങനെ നമുക്ക് പറയാൻ ആണെങ്കിൽ ഒത്തൊരു ശരീരപ്രകൃതി എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു ശരീരഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്താലില്ലെങ്കിലും ഇവിടെ ശരീരത്തിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരുപാട് വണ്ണം കൂടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയോ അതൊന്നും ഇല്ലാത്തൊരു സ്ഥായി ആയിട്ടുള്ള ഒരു ശരീരഘടനയാണ് ഈ വിഭാഗത്തിൽ, മൂന്നാമത്തെ ഒരു വിഭാഗത്തിൽ പെടുന്നത്. ഇതിനെ മെസോമോർഫ് എന്നാണ് ഈ ഒരു ഘടനയെ പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു ശരീരപ്രകൃതി വരുന്നത് ഈ ഒരു വിഭാഗത്തിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇപ്പൊ ബോഡി ബിൽഡർമാരാണെങ്കിൽ ഫിറ്റ്നസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരും ട്രെയിനർമാരായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ശ്രേണിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ 3 ശരീരഘടനകളിലും വെച്ച് ആദ്യത്തെ മെലിഞ്ഞ ശരീരഘടന, അതായത് എക്സ്റ്റോമോർഫ്, ഈ ഒരു വിഭാഗക്കാർ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗത്തേക്കാൾ താരതമ്യേന കുറവായിരിക്കും. കൂടുതലായിട്ടുള്ളത് 2ഉം 3ഉം വിഭാഗക്കാർ തന്നെയാണ്. എൻഡോമോർഫും മെസോമോർഫുമാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ശരീരഘടന മനുഷ്യനുള്ളത്. ഇതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിൽ ഓരോ വിഭാഗത്തിൽ പെടുന്നവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ആ ഫിറ്റ്നസ് രീതികളുണ്ട്. അപ്പൊ ആ ഒരു രീതി എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.